ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. തണുത്ത കുളിരണിഞ്ഞ ഒരു പ്രഭാതത്തിൽ നമ്മൾ മഴ വാർത്തകളിലേക്ക് തന്നെയാണ് ആദ്യം പോവുക. സംസ്ഥാനത്ത് ഉടനീളം മഴയാണ്, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അപ്പോൾ മഴയുടെ കാലത്തിലേക്ക് നമ്മൾ എത്തി. പൂർണ്ണമായിട്ടും പലയിടത്തും വെള്ളക്കെട്ടാണ്. മഴ മെല്ലെ 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 ദുരിതവും കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇത്രയും നാൾ നമ്മൾ മഴ പെയ്യുന്നില്ല എന്ന് പരാതി പറഞ്ഞു. ഇനിയിപ്പോൾ അയ്യോ എന്തൊരു മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും മഴ പെയ്യുകയാണ് പലയിടത്തും. പ്രത്യേകിച്ച് നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൊച്ചിയിലാവട്ടെ, കോഴിക്കോടാവട്ടെ, തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത് എല്ലായിടങ്ങളിലും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യം. അങ്ങനെ പലയിടത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ആദ്യം തന്നെ പങ്കുവെക്കാൻ പോകുന്നത്. മോർണിംഗ് വൈബ്സിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൽദോപ്പോൾ പുതുശ്ശേരി. നമുക്ക് നോക്കാം ആദ്യം തന്നെ പ്രധാനപ്പെട്ട മഴ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴ തുടരുകയാണ്. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. ഒപ്പം അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ അവിടെ തൊട്ടിൽപ്പാലം റോട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. 4 കടകളിൽ വെള്ളം കയറി എന്നുള്ളതാണ് വിവരം. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റ് 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ ചേരുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, ശരണ്യ സ്നേഹജനം മോർണിംഗ് വൈബ്സിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം നമുക്ക് ഡാനിലേക്ക് പോവാം, തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇന്ന് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? ഒപ്പം തലസ്ഥാനത്തെ മഴയ്ക്ക് ശമനമായോ? രാത്രിയിൽ തുടങ്ങിയ മഴയാണല്ലോ. തലസ്ഥാനത്തെ മഴയ്ക്ക് ഇതുവരെയും ശമനമായിട്ടില്ല. രാത്രി ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് പുലർച്ചെ. ഞങ്ങളിപ്പം ഉള്ളത് വലിയതുറയിലെ പാലത്തിന് അടുത്താണ്, തകർന്ന പാലത്തിനടുത്താണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അടക്കം ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിനൊന്നും പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന സാഹചര്യം. ഇന്നലെ വൈകിട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശമെത്തിയത്, ജാഗ്രതാ നിർദ്ദേശമെത്തിയത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. തീരത്ത്, കേരള തീരത്ത് അതിശക്തമായ തരത്തിൽ കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൈമാറിയത്. അതിന്റെ ഭാഗമായി അവര് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത് ഈ കടപ്പുറത്ത് നിന്ന് വള്ളങ്ങളിൽ കടലിലേക്ക് പോയി മത്സ്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചായിരുന്നു. പക്ഷേ അതിന് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കാലാവസ്ഥയിലെ ഈ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ വൈകാതെ തന്നെ മഴ പെയ്തേക്കുമെന്ന് തോന്നുന്നു. അത്രമാത്രം കാർമേഘങ്ങൾ കൊണ്ട് മുഖരിതമാണ് ആകാശം. അങ്ങനെ ഒരു സാഹചര്യമാണ് തലസ്ഥാനത്ത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരം നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയായിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ അതിന്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ, ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ അടക്കം അത് വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായി 23-ാം തീയതി നാളെ വരെ കനത്ത മഴ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെല്ലാം സമാനമായ തരത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. പല ജില്ലകളിലും ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയാണ് തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലുണ്ടായത്. സ്വാഭാവികമായി ഈ തെക്കൻ ജില്ലകൾക്ക് പുറമെയാണ് തൃശ്ശൂര്, ഇടുക്കി ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിതീവ്രമായ മഴ നാളെ വരെ തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നമ്മൾ ഇതിനെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എൽദോ, ഡാനി, തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ റോഡുകൾ പണിത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഡാൻ നിൽക്കുന്ന വലിയ തുറയിലാണെന്ന് അറിയാമെങ്കിൽ പോലും അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇന്നലെ രാത്രിയിൽ വെള്ളക്കെട്ട് അങ്ങനെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ തലസ്ഥാന നഗരത്തിൽ?
എല്ലാം നമുക്കറിയാം. നമ്മൾ ഈ വരുന്ന വഴികളിൽ പ്രധാനപ്പെട്ടത്, അതായത് ഈ ചാക്ക ബൈപ്പാസ്, ഈഞ്ചക്കൽ ചാക്ക ബൈപ്പാസിന്റെ ഭാഗത്തൊക്കെ ഈ മുകളിൽ നിന്നുള്ള, അതായത് ബൈപ്പാസിന്റെ താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പുകളിലൂടെയുള്ള വെള്ളം ഈഞ്ചക്കൽ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നതാണ്. പെട്ടെന്നൊരു മഴ പെയ്താൽ ഉടനെ അവിടെ ഒരു കുളമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായി ഏതാണ്ട് 1-2 മണിക്കൂറുകൾക്കകം വെള്ളം അവിടുന്ന് മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ 2 മണിക്കൂർ നേരം അക്ഷരാർത്ഥത്തിൽ ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമേ കഴിയൂ എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് കരുതുന്നുമില്ല. സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മണക്കാട്, കല്ലുമൂട് ഭാഗത്തൊക്കെ ഈഞ്ചക്കൽ ബൈപ്പാസിലേക്ക് വരുന്ന വിമാനത്താവളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട എളുപ്പ വഴിയാണ്. ആ ഭാഗങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത് മൂലം, തോട് കൃത്യമായി വൃത്തിയാക്കാത്തത് മൂലം ഈ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണ്. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായി അതിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങണമായിരുന്നു. അത് തുടങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ, പ്രദേശവാസികളും കുടുംബാംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് ആരോപിച്ചത്. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതോടൊപ്പമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഈ വഴുതക്കാട്, വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ കുഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഴികളിലൊക്കെ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് അതിശക്തമായ മഴ മറുവശത്ത് വീണ്ടും ആർത്തിരമ്പി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സ്ഥിതി അങ്ങനെ തുടരുന്നത് തന്നെയാണ് നഗരത്തിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പെട്ടെന്ന് ഒരു ദിവസത്തെ അടിയന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അത് കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ അനുസരിച്ച് തന്നെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. അധികാരികൾ ആ വഴിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിന് മുമ്പേ തലസ്ഥാന നഗരം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതി ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് കാലവർഷം എത്തുമ്പോൾ എങ്ങനെയാകും കാര്യങ്ങളെന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡാൻ, ഒരു കാര്യം കൂടി, ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയതുറ ഭാഗത്ത്, അവിടെയൊക്കെ വളരെ സജീവമായി രാവിലെ മത്സ്യത്തൊഴിലാളികൾ സജീവമാകുന്ന പ്രദേശമാണ്. ഒരുപാട് മീൻ വിൽപ്പനയ്ക്കുള്ള ചേച്ചിമാരെത്തുന്ന സ്ഥലമാണ്, മീൻ വാങ്ങാനൊക്കെ. എന്താണ് അവിടുത്തെ വിഷയം കൂടി? ആ തൊട്ടപ്പുറയാണല്ലോ നമ്മുടെ ആ ചന്തയൊക്കെ, അവിടേക്ക് ഒന്ന് പ്ലാൻ ചെയ്താൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നറിയാനാണ്. സ്വാഭാവികമായി ഇതാണ് സ്ഥിതി. നമ്മുടെ ക്യാമറമാൻ ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കും. മത്സ്യത്തൊഴിലാളികൾ സാധാരണയായി ഈ രാവിലെ ഈ സമയത്ത് മത്സ്യങ്ങളുമായി വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണത്. പക്ഷെ ഇന്ന് അവിടുത്തെ കാഴ്ച അതാണ്. ആളുകൾ ഇങ്ങനെ, മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ കൂടി പല വശത്തായി ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായി കടലിൽ പോകാനോ ഇന്നലെ ഇങ്ങനെ മീൻ പിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായതാണ്. ഇങ്ങനത്തെ ഒരു ശോകമൂകമായ അന്തരീക്ഷത്തിലേക്ക്, ആകാശം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ നിൽക്കുന്ന മേഘാവൃതമായ ആകാശം പോലെ തന്നെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുഖവും. കാരണം അങ്ങനെയായി കാര്യങ്ങൾ. ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിരിക്കുന്നു, മഴ പെയ്ത് തുടങ്ങുകയാണ്. ശക്തമായ മഴയിലേക്ക് വീണ്ടും ഈ തീരമേഖല കടക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ വലിയ രാവിലെ തന്നെ മത്സ്യങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. എന്തോ ഓക്കെ എന്താണേലും മഴ പെയ്യുന്നുണ്ട്. ഡാനും മാറി നിൽക്കും മഴയിൽ നിന്ന്. എന്താണേലും വലിയതുറയിൽ നിന്നുള്ള കാഴ്ചയാണ് ഡാൻ പങ്കുവെക്കുന്നത്. അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ആകാശം എങ്ങനെ ഇരുണ്ടിരിക്കുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ഒരു അന്നം മുട്ടുന്ന സാഹചര്യം. ഡാൻ എന്തോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, അവരാ വേദന പങ്കുവെക്കുകയായിരുന്നു. കടലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അതൊരു വല്ലാത്ത ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവർ കയറിപ്പോകുന്നു. കാരണം വലിയ പ്രതീക്ഷയോടെ കടലിലേക്ക് പോകാൻ എത്തിയവരാണ്. പക്ഷേ ഈ നിർദ്ദേശമുള്ളത് കൊണ്ട് ആർക്കും കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എല്ലോ ഓക്കെ, റൈറ്റ്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാല സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ജാഗ്രത തുടരണം. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് വേണ്ട എന്നുള്ളതാണ് എന്താണെങ്കിലും മുന്നറിയിപ്പിൽ ഉള്ളത്. ഇനി ഞാൻ ശരണ്യ സ്നേഹജലിലേക്ക് കൂടി പോകുന്നു. ആലപ്പുഴയിൽ ശരണ്യ ചേരുമ്പോൾ നമുക്ക് ആ വിഷ്വലിൽ കാണാം. ശരണ്യ, നല്ല മഴയുണ്ടല്ലോ, എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇപ്പോൾ സാഹചര്യം ആലപ്പുഴയിൽ?
എൽദോ, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ നഗരത്തിന്റെ ഭാഗങ്ങളിലാണ്. അതായത് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് പത്തനംതിട്ട ജില്ലയൊക്കെ അപേക്ഷിച്ച് ആലപ്പുഴയിൽ വലിയ തോതിൽ മഴ പെയ്തില്ല എന്ന് തന്നെ പറയാം. ഇന്നലെയൊക്കെയാണ് കുറച്ചുകൂടി ഒരു രൂക്ഷത, അതായത് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നിപ്പോ രാത്രി കുറച്ച് സമയം മഴ തോർന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് പുലർച്ചയോടുകൂടി മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ അതിശക്തമായ മഴയില്ല, പക്ഷേ ഇതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആദ്യ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങൾ കുട്ടനാടൻ മേഖലകളാണ്. സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തും ഇടുക്കിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ ശക്തമായി പെയ്താൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അത്തരത്തിൽ പത്തനംതിട്ടയിലെ വെള്ളക്കെട്ട് അത് ആലപ്പുഴയിലേക്ക്, ആ വെള്ളം ആലപ്പുഴ വഴിയാണ് ഒഴുകി തോട്ടപ്പള്ളി സ്പിൽവേ വഴി പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിൽ അത്തരം പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ കുട്ടനാടൻ മേഖലകളിൽ, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലകൾ, പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ, അവിടെയൊക്കെ താമസിക്കുന്ന സ്വാഭാവികമായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ വെള്ളം ചെറിയ തോതിൽ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി കായംകുളവും അമ്പലപ്പുഴയും അടക്കമുള്ള മേഖലകളിൽ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടാണ്. അത് ഒരു അപകടകരമായ സാഹചര്യം പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കടകളിലേക്ക്, പ്രത്യേകിച്ച് നിർമ്മാണത്തിന്റെ ഭാഗമായി പല റോഡരികിലുള്ള പല കടകളും താഴ്ന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കായംകുളം അടക്കമുള്ള ഇടങ്ങളിലുണ്ട്. അമ്പലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലുള്ള റോഡിലെ വലിയ കുഴികൾ അത് ജനങ്ങൾക്ക് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടും ഓപ്പൺ ആണ്. പക്ഷേ വേലിയേറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ നല്ല തോതിൽ വെള്ളം ഇറങ്ങിപ്പോകാത്തൊരു സാഹചര്യമുണ്ട്. തോട്ടപ്പള്ളി വഴി കുറേ ഭാഗങ്ങളിൽ വെള്ളം പോകുന്നുണ്ടെങ്കിൽ പോലും സ്പിൽവേയുടെ പല ഷട്ടറുകളും കംപ്ലൈന്റ് ആണ്. അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഇത്തവണ കരുതുന്നത്. കാരണം ആ ഷട്ടറുകൾ ഇതുവരെ നന്നാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുഖം ആഴംകൂട്ടൽ പ്രക്രിയ നടക്കുമ്പോൾ പോലും തോട്ടപ്പള്ളിയിലേക്ക് ജലം എത്തിക്കുന്ന പ്രധാന കനാലുകളിലൊന്നും തന്നെ ആഴംകൂട്ടൽ പ്രക്രിയയോ അല്ലെങ്കിൽ മഴക്കാല മുന്നൊരുക്കം എന്ന രീതിയിൽ കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ മണൽ നീക്കമോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കുട്ടനാട്ടിലേക്ക് കരകവിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ മറികടക്കാൻ വേണ്ടി ഇത്തരത്തിൽ കനാലുകളുടെ ആഴം കൂട്ടി തോട്ടപ്പള്ളി വഴി തന്നെ പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളുക. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. ആ കാര്യത്തിൽ ഇത്തവണ ആഴം കൂട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം ഗുണകരമാകും എന്നുള്ള കാര്യം നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ദ്രുതഗതിയിൽ ആ ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മണൽ നീക്കമോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ പൊഴിമുഖം മാത്രം മുറിച്ചാൽ മാത്രമാണോ വെള്ളം പോകേണ്ടത് എന്നുള്ള, എല്ലായിടത്തും ആഴം കൂട്ടേണ്ടതല്ലേ എന്നുള്ള ചോദ്യവും ഒക്കെ, സുഗമമായ ഒഴുക്ക് ഉണ്ടാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കും. എന്നാൽ കുട്ടനാട്ടിൽ കുറച്ച് ആശ്വാസമുണ്ട്. അതായത് നമുക്കറിയാം, തോട്ടപ്പള്ളിയുടെ പൊഴിമുഖമൊക്കെ തുറന്നതും തണ്ണീർമുക്കം ബണ്ടൊക്കെ തുറന്നതോടുകൂടി വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷിയിടങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലും, ഇപ്പോൾ പമ്പയാറ്റിലാണെങ്കിലും വേമ്പനാട്ട് കായലിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിലും ഉപ്പിന്റെ അംശം വളരെ കൂടുതലായിരുന്നു. അതെന്തായാലും ഈ മഴയോടുകൂടി കുറച്ച് അതിന് ശമനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കൈനഗിരി അടക്കമുള്ള മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി നീങ്ങാതെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ആ വെള്ളം താൽക്കാലികമായെങ്കിലും ഇപ്പോൾ കായലുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ മഴ പെയ്തുകൊണ്ട് കുറച്ച് ആശ്വാസമായി ഒഴുകി നീങ്ങും, വെള്ളം കുറച്ചുകൂടെ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളൊരു ആശ്വാസം നിലനിൽക്കുന്നു. പക്ഷേ സ്വാഭാവികമായി നമ്മൾ പറയുന്നത് പോലെ എല്ലാ മഴക്കാലവും കുട്ടനാടൻ മേഖലകൾക്ക് ദുരിതമാണ്. കൈനഗിരി അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടുകളിലേക്ക് നീങ്ങും, പലയിടങ്ങളും ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ജില്ലയിൽ തുറന്നിട്ടില്ല. പതിവ് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നത്തെ ദിവസവും വറുതിയുടെ ദിവസം തന്നെയാണ്. മത്സ്യത്തൊഴിലാളി റെഡ് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഉയർന്ന തിരമാല നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്.
കുറച്ച് നാളുകളായി അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് തുടർച്ചയായുള്ള കള്ളക്കടൽ പ്രതിഭാസവും ഉയർന്ന തിരമാലകളുടെ ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ വറുതിയിലാണ് പോകുന്നത്. ഇന്നും അവർക്ക് അത്തരത്തിൽ ദുരിതപൂർണമായ ഒരു ദിനം തന്നെയാണ്. ആർക്കും തൊഴിലിനിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതാണ് ആലപ്പുഴയുടെ പൊതുചിത്രം. എൽദോ. ഓക്കെ, ശരണ്യ ഒരു നിമിഷം തുടരുക. ഈ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഇത്രയും നാൾ മഴയുമൊക്കെ വരാൻ വേണ്ടി നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടന്നിട്ട് ഇപ്പോൾ മഴയെ കുറ്റം പറയുന്നു എന്ന് ഹരിക്ക് ഹർ ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ഹരി, മഴ കുറ്റം പറഞ്ഞതല്ല, പക്ഷേ നമ്മളുടെ സംവിധാനങ്ങൾ പലപ്പോഴും മഴ ദുരിതമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ ആശങ്ക പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും മഴ പെയ്യണം, ഉറപ്പായിട്ടും മഴ പെയ്തേ പറ്റൂ. പ്രളയ ഫണ്ടിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു ഇതിനിടയിൽ ശ്രീകുമാർ. കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ നല്ല മഴയാണ് ഈരാറ്റുപേട്ടയിൽ എന്ന് ഷാഹുൽ ഹമീദ് PM പറയുന്നു. ഷാഹുൽ, അപ്പോൾ എന്താണെങ്കിലും ഇത്തരം വിവരങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക, നമുക്ക് പങ്കുവയ്ക്കാം. ഞാൻ ശരണ്യയിലേക്ക് വീണ്ടും പോകുന്നു. ശരണ്യ, ഈ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ആളുകൾ ഇത്തരത്തിൽ മഴവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഈ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ ആലപ്പുഴയിൽ മൺസൂൺ ടൂറിസം അത് വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ മഴയത്ത്. ഈ ശരണ്യയുടെ കുടുംബമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ മൺസൂൺ ടൂറിസത്തിൻ്റെ ഒക്കെ അവസ്ഥ? എന്താണ്, കൂടുതൽ അത്തരത്തിൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ? നല്ല തിരക്കാണ് ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, കാരണം വേനലവധി ഒരു വലിയ ടൂറിസം സീസൺ തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി പലരും, നമുക്കറിയാമല്ലോ, കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചു കഴിയുമ്പോഴാണ് രക്ഷകർത്താക്കളും ഒക്കെയായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് വേനലവധി കാലത്ത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നല്ല ടൂറിസം സീസണാണ്. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കടന്നു വന്നതോടുകൂടി ഏപ്രിൽ മാസം പൊതുവെ ഒരു ഡള്ളായിരുന്നു. ഏപ്രിലിൽ പറഞ്ഞ ഈ ഇലക്ഷൻ തീയതിയൊക്കെ കഴിഞ്ഞ് മെയ് ആദ്യവാരത്തോടു കൂടിയാണ് ആലപ്പുഴയിലെ ടൂറിസം രംഗം നന്നായി സജീവമായത്. അതിൻ്റെ ഒരു തിരക്ക് ഫിനിഷിംഗ് പോയിന്റിലടക്കമുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാലോ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കായൽ ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് പോയിന്റിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങൾ, കർണാടക അടക്കമുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നന്നായി ആളുകൾ ഇവിടേക്ക്, നമ്മളുടെ സമാനമായ രീതിയിൽ വേനലവധിയുള്ള ഇടങ്ങളിലൊക്കെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹോം സ്റ്റേകളും ഒപ്പം തന്നെ ഹൗസ് ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളും ഒക്കെ നന്നായി പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് കായലിൽ നിന്നുള്ള മത്സ്യം ലഭ്യമാകുന്ന, കരിമീൻ അടക്കമുള്ള മത്സ്യം ലഭ്യമാകുന്ന ആളുകൾക്ക് നല്ല കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൺസൂൺ ടൂറിസത്തിന്റെ ഒരു സാഹചര്യം ആലപ്പുഴയിലുണ്ടെന്നാണെങ്കിലും ഈ മഴക്കാലത്തിനിടയിൽ ഒരു പോസിറ്റീവ് സംഭവം അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് പോവാണ്, ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ കോട്ടയം പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന ആറുകൾ ആണ് കോട്ടയത്തെ എപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. ഈ ആറുകളിലെയൊക്കെ ജലനിരപ്പ് അത് ഉയർന്നിട്ടുണ്ടോ, കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമൊക്കെ ആയിട്ടുണ്ടോ കോട്ടയത്ത്? എൽദോ, തീർച്ചയായും ഈ മീനച്ചിലാറും മണിമലയാറും ഒക്കെയാണ് അത്തരത്തിൽ പലയിടത്തും വലിയ വില്ലനായി നിൽക്കാറുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയതായിട്ടുള്ള വിവരങ്ങളില്ല. സാധാരണ ഈ നേരത്തെ ഷാഹുൽ ഹമീദൊക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, തീക്കോയി, ആ മേഖലയിലൊക്കെയാണ് വെള്ളം ആ നിലയിൽ ഉയർന്നു വരാറുള്ളത്. വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്, ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് ഒരു അപകട നിലയിലേക്ക് ഇതുവരെ എന്തായാലും എവിടെയും എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇല്ല. നമ്മൾ ഈ കിഴക്കൻ മേഖലയിൽ അടക്കം പലരോടും വിളിച്ച് ചോദിക്കുമ്പോഴും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നല്ലോ, അന്നൊക്കെ പകൽ പോലും വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും. പക്ഷെ ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ ആകെ പെയ്യുന്നത് എന്ന് തന്നെ കൃത്യമായി എടുത്ത് പറയാൻ സാധിക്കും. സാധാരണഗതിയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമായിരുന്നു വലിയ മഴയുണ്ടായിരുന്നത്. അത് കോട്ടയം താലൂക്കിലടക്കം ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാത്രി അല്പനേരം മഴയൊന്ന് വിട്ടുനിന്നു, പക്ഷെ പിന്നെയും മഴ പുലർച്ചയോടെ വീണ്ടും മഴ പുനരാരംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ മഴ അതിശക്തമായ മഴ എന്ന് എല്ലായിടത്തും എന്ന് പറയാൻ കഴിയില്ല. ചാറ്റൽ മഴയും പലയിടത്തും തുടരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും എവിടെ നിന്നും അത്തരം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ജില്ലയിൽ ഖനനം ഏതാണ്ട് നേരത്തെ തന്നെ നിർത്തിവെച്ചതാണ്. ഈ രാത്രികാല യാത്രകൾ, ഇപ്പോൾ ഈരാറ്റുപേട്ട
വാഗമൺ റോഡിലേക്കൊക്കെയുള്ള രാത്രികാല യാത്രകളും നിർത്തിവെച്ചിട്ടുള്ളതാണ്. എന്തായാലും ടൂറിസം മേഖല ഇപ്പോൾ മാർമല അരുവി പോലെയുള്ള സ്ഥലത്തേക്കുള്ള സന്ദർശനങ്ങളെല്ലാം റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ആ നിലയിലുള്ള മുന്നൊരുക്കങ്ങളും മറ്റും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അത് മഞ്ഞ അലർട്ടാണ് ഉള്ളത്, യെല്ലോ അലർട്ടാണ് ഉള്ളത്. പക്ഷേ എന്നാലും മഴ തുടരുകയാണ്. ഒരുപക്ഷെ അലർട്ടിൽ അല്പം കൂടി ഇന്ന് രാവിലെ വരുന്ന പുതിയ അപ്ഡേഷൻ പ്രകാരം അലർട്ടിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോ ഇനിയൊരു 10 മണിക്ക് ശേഷം മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള, ഈ അലർട്ട് പ്രകാരം പരിശോധിച്ചാൽ മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്. എന്തായാലും ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളം റോഡിലേക്ക് കയറുകയോ ആ നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളും ഇതുവരെ തുറന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല. ശരി, ശ്രീജിത്താണ് കോട്ടയത്ത് വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീജിത്ത് പറയുന്ന പോലെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ കോട്ടയം ജില്ലയിൽ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രവീൺ കുമാർ, അറബിക്കടലിന് മുകളിലെ മേഘങ്ങൾ കരയിലേക്ക് അടുത്ത മണിക്കൂറിൽ കനത്ത തീവ്ര മഴ പ്രതീക്ഷിക്കാമെന്ന് പ്രവീൺ കുമാറിന്റെ മുന്നറിയിപ്പുണ്ട്. അനൂപനിൽ മാധപുരം പറയാണ് വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിക്കരുതെന്ന്. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിച്ചതല്ല, കേരളത്തിന്റെ ഒരു ആകാശ ദൃശ്യം എടുത്താൽ ഒരു പക്ഷേ അത്തരത്തിൽ തോന്നിപ്പോകും എൻ്റെ പ്രിയപ്പെട്ട അനൂപ്. ശ്രീവിദ്യ സുനിൽ, കേരളത്തോടൊപ്പം കട്ടയ്ക്ക് കോയമ്പത്തൂരും ഉണ്ട് മഴ തന്നെ മഴ. ഓക്കെ, അപ്പോൾ കോയമ്പത്തൂരും മഴയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്നാൽ എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുക. ഞാൻ ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞയുള്ളത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിൽ മഴ പെയ്യുമ്പോഴുള്ള സാഹചര്യം നമുക്കറിയാമല്ലോ. കൊച്ചിയിൽ ഇന്നലെയൊക്കെ രാത്രി എടപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ ന്യൂസ് 18 പങ്കുവച്ചിരുന്നു. അത്രമാത്രം ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്ന കണക്കെയാണ് ജനങ്ങൾ റോഡിലൂടെ, പ്രധാന റോഡിലൂടെ നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ ഇപ്പോൾ എവിടെയാ? വെള്ളക്കെട്ടിന് മുന്നിൽ തന്നെയാണല്ലോ. എവിടെയാണ് സംഭവം? എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയിട്ട് നനഞ്ഞ് നല്ല അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു രാവിലെ? എല്ലാം നമ്മളിപ്പോ നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള കല്ലൂർ കത്രിക്കടവ് റോഡിൽ തന്നെയാണ്. ഇത് തന്നെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. 2 വീലർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ 4 വീലർ യാത്രക്കാർക്കോ റോഡിലൊക്കെ കുഴിയുണ്ട്. അതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. രാവിലെ വലിയ ഗതാഗത കുരുക്കില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴയാണ്. ഏതാണ്ട് 4 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ഇടയ്ക്കൊന്ന് ശമനമുണ്ടായെങ്കിലും ഇന്നൊരു വെളുപ്പിന് 5 മണിയോടെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പെയ്യുന്ന അതേ ഇന്റൻസിറ്റിയിൽ നിന്ന് പെയ്യുകയാണ് രാവിലെ മുതൽ. വെള്ളക്കെട്ടാണ് പലയിടത്തും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇടപ്പള്ളി, KSRTC റോഡ്, അതുപോലെ തന്നെ കളമശ്ശേരിയിലെ മൂലപ്പാടത്ത് 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ റോഡെല്ലാം കാന ഏതാണ്, റോഡ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാണ്, കുഴികളാണ്. ആളുകൾ ഇന്നലെ അതിഭീകരമായ ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ റോഡിൽ. ഇന്ന് രാവിലെ പക്ഷേ അത്ര വലിയ, എനിക്ക് തോന്നുന്ന ആളുകൾ പുറത്തിറങ്ങി തുടങ്ങാത്തൊരു സമയമായതുകൊണ്ടായിരിക്കാം അത്ര വലിയൊരു ഗതാഗത കുരുക്ക് രാവിലെ ഇല്ല. പക്ഷേ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ചും മഴക്കാലപൂർവ്വ ശുചീകരണം അത്ര കാര്യമായിട്ട് നടക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. പലയിടത്തും മാലിന്യങ്ങൾ, രവിപുരത്തെന്നുള്ളതല്ല, രവിപുരത്ത് ഇത്തിരി കൂടുതൽ തരത്തിൽ റോഡിലേക്ക് മാലിന്യം വന്നു. എന്നിരുന്നാലും ഇവിടെയൊക്കെ റോഡിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ രീതിയിൽ ഭക്ഷ്യ മാലിന്യങ്ങളൊക്കെ റോഡിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് 2 വീലറിലാണെങ്കിലും 2 വീലർ യാത്രക്കാർക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത തരത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ നമുക്കറിയാം. മഞ്ഞപ്പിത്തമുള്ള ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അതിഭീകരമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളത്തുള്ളത്. വേങ്ങൂരിലുണ്ട്, കളമശ്ശേരിയിലുണ്ട്. അങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുള്ള ഒരു സിറ്റുവേഷനിൽ ആളുകൾ അങ്ങേയറ്റം ഭയചകിതരാണ് എന്ന് വേണം പറയാൻ. കാരണം ഇത്രയേറെ മാലിന്യങ്ങൾ റോഡിലേക്ക് വരുന്നു, മലിനജലം ഒഴുകി വരുന്നു. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകേണ്ടത് സാഹചര്യം. നമുക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ആളുകളൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നൊരു സാഹചര്യം ഇപ്പോൾ മുന്നില്ല. മഴയത്ത് ഇറങ്ങിയേ പറ്റുള്ളൂ, ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് എല്ലാവരും, കൊച്ചിയിലുള്ള എല്ലാവരും. അത് വേണം, നമുക്ക് വീടിനകത്ത് അടച്ചിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ
എനിക്കൊന്ന് 2 ആഴ്ച മുന്നേ ആണെന്ന് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊച്ചിയിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിനുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 30,000 രൂപ വീതം സർക്കാർ അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരുടെ ഫണ്ടിൽ നിന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തണം എന്നൊരു ഒരു സാഹചര്യം കൂടി അദ്ദേഹം നമ്മുടെ മുന്നിൽ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. കാരണം പലയിടത്തും ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ട് റോഡിനോട് ചേർന്ന് റോഡ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇടറോഡുകളൊക്കെ വെള്ളത്തിലാണ്. ഈ മെയിൻ റോഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ വന്ന വഴിക്കൊക്കെ വെള്ളത്തിൽ മുങ്ങി നടക്കുന്ന കുഴി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് രാവിലത്തെ ഒരു സിറ്റുവേഷൻ പോലും. ഇന്നലത്തെ അവസ്ഥ, ഇന്നലെ നമുക്ക് ഇറങ്ങാനേ പറ്റാത്ത, റോഡിലേക്ക് ഇറങ്ങാനെന്ന കാര്യം ചിന്തിക്കാനേ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച. ശരിക്കും KSRTC റോഡൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. കാരണം നമുക്ക് മുട്ടറ്റം വെള്ളമാണ്. വെള്ളത്തിലൂടെ ഈ പറഞ്ഞതുപോലെ നീന്തി അപ്പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും കൊച്ചിയിലെ പല റോഡുകളിലുള്ളത്. ഇതിപ്പോൾ ഒരു റോഡല്ല, അല്ലെങ്കിൽ ഒരു ഭാഗമല്ല, കൊച്ചിയിലെ പല ഭാഗവും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. ശരിക്കും വൈറ്റില, കടവന്ത്ര ആ ഭാഗങ്ങളൊക്കെ, കലൂര് ഭാഗങ്ങളൊക്കെ, പാലാരിവട്ടം, ഇടപ്പള്ളി, ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കെട്ടിരിക്കുക. പൂർണ്ണമായും വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഒഴുകി പോകുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുക എളുപ്പമല്ല. ഇപ്പോൾ ആക്ട് നിൽക്കുന്നത് ഈ കലൂർ കത്തർക്കടവ് കടവന്ത്ര റോഡിലാണ്. അപ്പോൾ അവിടെ അത്രമാത്രം വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും മറ്റിടങ്ങളിൽ ഇന്നലെ നമ്മൾ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു ആജ്ഞ. അപ്പോൾ അനിൽകുമാറിനോട് ഈ വേണ്ടത്ര രീതിയിലുള്ള മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതല്ല അതിൻ്റെ ഒരു കാര്യം, ഇത് അതിതീവ്രമായിട്ടുള്ളൊരു മഴ എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ അനിൽകുമാർ അതിന് പരിമിതിയുണ്ട് എന്ന് ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമല്ല കൊച്ചി നഗരത്തിലേത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നും മേയർ പറയുന്നു. ഒരു വിപുലമായിട്ടുള്ള, ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കനാൽ പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ കൊച്ചിയിൽ ഇത്തരത്തിലൊരു വെള്ളക്കെട്ടിന് പരിഹാരമാകുകയുള്ളൂ എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. 3:30 മണിക്ക് തുടങ്ങിയ മഴ ഏതാണ്ട് ഒരു 7:30 മണി വരെ നിർത്താതെ പെയ്തു. 4 മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്യുകയും 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈറ്റൈഡ് ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിൽ തന്നെ മറ്റേതൊരു നഗരത്തെക്കാൾ വ്യത്യസ്തമായി കൊച്ചിയിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. MG റോഡ് നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടെന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മളത് വളരെ ക്ലിയറായി, കോടതിക്കും അത് ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആ ഡ്രെയിനകത്തേക്ക് അതിന്റെ ഫ്ലോ, ആ ഡ്രെയിനിന്റെ വെള്ളം, ഇതെല്ലാം പ്രശ്നമാണ്. അത് പണ്ട് KMRൽ പണിതൊരു ഡ്രെയിനാണ്. അത് പൊളിച്ചു പണിയണമെന്ന് നമ്മൾ PWDക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തു. PWD അതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് എനിക്ക് തോന്നുന്നു അതിന്റെ ഫിനാൻസ് സാങ്ഷൻ ഒന്നും കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം MG റോഡിലുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ, ഇതുപോലെ പ്രദേശങ്ങളെല്ലാം, പനമ്പള്ളി നഗറിലൊന്നും ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഓക്കെ, ഇപ്പോൾ മേയർ പറഞ്ഞ കാര്യം അത് ശ്രദ്ധേയമാണ്. ഇപ്പോൾ ആ സമയത്ത് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്യുന്നുണ്ട്, ഡച്ച് മോഡൽ സൂപ്പറാണ്. അതായത് പക്ഷേ ഈ നഗരങ്ങളിൽ എങ്ങനെ ഇത്തരത്തിൽ ഈ വെള്ളത്തെ കൈകാര്യം ചെയ്യുക എന്നുള്ളൊരു മാസ്റ്റർ പ്ലാനിങ് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് കൊച്ചിയിലെ സാഹചര്യങ്ങൾ. ആജ്ഞ, ഇപ്പോൾ മേയർ സൂചിപ്പിച്ച കാര്യം പലപ്പോഴും അത് നിയന്ത്രണാതീതമാകുന്നു. കോർപ്പറേഷനും ഒരു പരിധിക്ക് കൂടുതൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ അപ്പോഴും സംശയങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ അവിടെ സക്ഷൻ കം ജെറ്റിംഗ് ഒരു വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊച്ചിയിൽ ഒന്ന് ആഴത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏത് വലിയ തോടുകളാണ്, ഈ പ്രത്യേകിച്ച് മാലിന്യം ഒഴുകുന്ന തോടുകൾ ഏതാണ് മഴക്കാലത്തിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ടുള്ളത്? ഏത് ചെറിയ ചെറിയ ഓടകൾ, ഡ്രെയിനേജുകളാണ്? അതും അത്രമാത്രം ഹോട്ടലുകൾ, അത്രമാത്രം വ്യവസായങ്ങളുള്ള ഒരു സ്ഥലമാണ്, നഗരമാണ് കൊച്ചി. അപ്പോൾ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കും. ഞാൻ ആജ്ഞയിലേക്ക് തിരികെ എത്താം. എന്താണെങ്കിലും ആജ്ഞ അവിടെ തുടരുന്നുണ്ട്. കൊച്ചിയിൽ ഒരുപാട് പേർ ഇങ്ങനെ നമ്മോട് കമന്റ് ചെയ്യുന്നു, മഴയാണ്, നമ്മുടെ ചെറിയ കുട്ടികളെയും വലിയവരെയും ആരും പുഴയിലും കനാലിലും ഒന്നും ഇറക്കരുത് എന്നുള്ളൊരു സന്ദേശം കൊടുക്കാമോ എന്ന് ഹരി മോൻ ചോദിക്കുന്നു. ഉറപ്പായിട്ടും വളരെ സൂക്ഷിച്ചു വേണം. പ്രത്യേകിച്ചും ഈ അപ്രതീക്ഷിത വെള്ളക്കെട്ടുകളാണ് പലയിടത്തും. എല്ലാം നികത്തുകയല്ലേ എന്ന് ബാബു കൊച്ചുമോൻ ചോദിക്കുന്നു. പ്രഭാഷ് സത്യോ, ന്യൂസ് 18 നമസ്കാരം. എൽദോസാർ ഇടയ്ക്ക് എവിടേക്കാണ് പോകുന്നത്? നല്ലൊരു ദിവസം ആശംസിക്കുന്നത്. എൻ്റെ പൊന്നു പ്രഭാഷെ, 2 ദിവസം ഒരു അത്യാവശ്യ കാര്യത്തിൽ നിന്ന് വീട്ടിൽ പോയതാണ്, വേറെ കൂടുതലൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തിരികെ എത്താം മോർണിംഗ് വൈബ്സിലേക്ക്, ഒരു ചെറിയ ഇടവേളയിലേക്ക്.
പരിഹരിക്കണം. മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. മോർണിംഗ് വൈബ്സ് നമ്മൾ രാവിലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള നമ്മുടെ പ്രതിനിധികൾ ചേരുകയായിരുന്നു. മഴയുടെ കാഴ്ചകളുമായിട്ടാണ് ചേർന്നത്. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ തുടരുന്നുണ്ട്. ഇപ്പോഴും പ്രേക്ഷകർ പലയിടത്തെ കമന്റ് ചെയ്യുന്നു. കോട്ടയത്ത് മലയോര മേഖലയിൽ ശക്തമായ മഴ തുടരുന്നുവെന്ന് ഷാഹു ഹമീദ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. സീതാലക്ഷ്മി സാരമില്ല, കാരണഭൂതത്തിനോട് പറയൂ, എന്താണ് ഉദ്ദേശിച്ചത്? അപ്പോൾ ആജ്ഞ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊച്ചിയിലെ വെള്ളക്കെട്ടിന്റെ സാഹചര്യമാണ്. ഈ കോർപ്പറേഷനൊക്കെ പലപ്പോഴും ഒരു പരിധി വിട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ, ഈ വെള്ളത്തിന്റെ ഫ്ലോ ഉറപ്പാക്കുന്ന തരത്തിൽ ആ ഒരു സാഹചര്യമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളെങ്കിലും നടന്നിരുന്നോ കൊച്ചിയിൽ? ഒന്നും നടന്നിട്ടില്ല എൽദോ. ശരിക്കും മഴയ്ക്ക് ഇപ്പോ കുറെ കാലമായി ഉണ്ടായിരുന്ന ചൂട് കൊണ്ട് ഘനീഭവിച്ച ഒരു മഴ പെയ്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ്. നമ്മൾ സാധാരണക്കാർ പ്രതീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അതോറിറ്റിക്ക് അതിനെപ്പറ്റി കൃത്യമായ ബോധമുണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കഠിനമായ മഴ വരും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. തുടർച്ചയായിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് എന്നൊരു നിരീക്ഷണമുണ്ട്. മഴ വരുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നപ്പോൾ പോലും അങ്ങേയറ്റം തീവ്രമായ മഴ പെയ്യും എന്നൊരു നിരീക്ഷണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് എന്നൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊന്നും ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണിച്ചു കൂട്ടിയതല്ലാതെ ഈ പറയുന്ന ഈ മനുഷ്യരെ ദുരിതത്തിലാകും, അതല്ലെങ്കിൽ വെള്ളക്കെട്ടുണ്ടാകും, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊച്ചി പോകും, കൊച്ചി എന്നുള്ളതല്ല കേരളം പോകുമെന്നുള്ള സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, പകർച്ചവ്യാധിയാണ്, മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തത്തിന്റെ തീവ്രത ഇപ്പോൾ 211 മേലെ ആളുകൾ മഞ്ഞപ്പിത്തം ബാധിച്ച് വിവിധ ആശുപത്രികളിലാണ്. ഈ ഒരു സാഹചര്യം പോലും കൊച്ചിയിൽ ഉണ്ടായിട്ട് പോലും അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന വീഴ്ചകളാണ്. മഴ തീവ്രമായി പെയ്തതിനെ നേരിടാൻ ഒരുപക്ഷെ നമുക്ക് പ്രകൃതി അത്ര കണ്ട് ദുരന്തങ്ങളെ അത്ര കണ്ട് നേരിടാൻ പറ്റും. പക്ഷെ ഇത്തരം മഴക്കാലങ്ങളെ അത് മുന്നൊരുക്കത്തോടെ തയ്യാറെടുക്കാൻ നമുക്ക് കഴിയാത്തത് ഒരു പരാജയം തന്നെയായിട്ട് വേണം കണക്കാക്കാൻ എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ നിരീക്ഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. കുറച്ചു കാലമായി ഇവിടെ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്തുന്നു എന്നൊരു സാഹചര്യം വന്നപ്പോഴും റോഡരികിലൊക്കെ മാലിന്യങ്ങളാണ്, പലയിടത്തും മാലിന്യങ്ങൾ. ഇപ്പോൾ ഹരിതകർമ്മസേന വന്ന് മാലിന്യം കളക്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ രാവിലെ അവരവരുടെ ജോലിയിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ പല ഇടങ്ങളിലും 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഉദ്ദേശിച്ച് ഭക്ഷണ മാലിന്യം പോലും എടുക്കാൻ വരുന്ന ഒരു സാഹചര്യമുള്ളത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അങ്ങനെ തന്നെ നമ്മൾ സെർവ് ചെയ്ത് വെക്കേണ്ടുന്ന ഒരു സാഹചര്യം. അങ്ങനെ പോലുമുള്ള ആളുകൾ അതിനകത്ത് കർമ്മനിരതരല്ല എന്നുള്ള ഒരു സാഹചര്യം കൂടി കൊച്ചിയിലുണ്ട്. അത് അതിഭീകരമായ ഒരു അവസ്ഥയാണ്. കാരണം നമുക്ക് നാട്ടുമ്പുറങ്ങളിലെ പോലെ ഈ ഉറവിട മാലിന്യ സംസ്കരണത്തിനുള്ള സാഹചര്യമൊന്നും കൊച്ചിയിലില്ല. എല്ലാവരും ഫ്ലാറ്റുകളിലും അതല്ലെങ്കിൽ പല വീടുകളും അപ്സ്റ്റെയറുകളിലും അല്ലെങ്കിൽ പറമ്പില്ലാത്ത മുറ്റമില്ലാത്ത വീടുകളും ഒക്കെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാലിന്യ സംസ്കരണം നേരിട്ട് നടക്കാത്തതിൻ്റെ എല്ലാ തീവ്രതയും എല്ലാ രൂക്ഷതയും ഇപ്പോൾ ഈ മഴക്കാലത്ത് അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. കൊച്ചിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അത് എത്രമാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ആരൊക്കെ പറഞ്ഞാലും അതിന് എന്താണ് പറയുക, ഈ പറഞ്ഞ ജനങ്ങളുടെ ദുരിതത്തിന് മറ്റ് വഴികളില്ല. എന്നാലും രാജേഷ് ഹരിദാസ് ഫേസ്ബുക്കിൽ പറയാണ്, വിവരവും കാഴ്ചപ്പാടുമുള്ള ആളുകൾ കുറവാണ് നമ്മുടെ നേതൃത്വത്തിൽ എന്ന്. എന്താണേലും ഈ വിവരവും കാഴ്ചപ്പാടിനെങ്കിലും ഒപ്പപ്പുറമായിട്ട് വളരെ ശാസ്ത്രീയമായി ഇതിനെ പരിഹരിക്കാൻ കഴിയുന്ന, ഒരു കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയാൽ മാത്രം മറികടക്കാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ എപ്പോഴും ഈ അപ്രതീക്ഷിതമായിട്ടുള്ള മഴ, ഇപ്പോൾ ഈ വാട്ടർ ടേബിളൊക്കെ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ വാട്ടർ ടേബിളിൽ അത് കൊച്ചി നഗരത്തിൻ്റെ ഒരു ജിയോഗ്രഫി അത്തരത്തിലാണ്. സമുദ്രത്തിൽ വെള്ള നിരപ്പിനേക്കാൾ പലപ്പോഴും താഴ്ന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ ഹൈ ടൈഡ് വരുമ്പോൾ, വേലിയേറ്റം വരുമ്പോൾ വെള്ളം ഒഴുകിപ്പോകാത്ത സാഹചര്യമുണ്ട്. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ അപ്പോഴും ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ശരി, അപ്പോൾ ആജ്ഞയാണ് കൊച്ചിയിൽ വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മൾ നേരെ അങ്ങേറ്റത്തേക്ക് കാസർഗോഡേക്ക് പോവുകയാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് ചെയ്യുന്നത്. ബൈജു, ഈ കാസർഗോഡ് വലിയ മഴയില്ല എന്ന് തോന്നുന്നു. അവിടെ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അവിടെ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? ഒപ്പം കണ്ണൂരിലും എന്തെങ്കിലും പ്രത്യേകിച്ച് മഴയുടെ കാര്യങ്ങൾ വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ പങ്കുവെക്കാം. തീർച്ചയായും എൽദോ, വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയിൽ വലിയ ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ജില്ലയിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഇന്നലെ മീൻകടവിൽ ഒരു വയോധിക പുഴയിൽ വീണ് മരിച്ചു. ചെറുവത്തൂർ അച്ചാന്തുരുത്തി സ്വദേശിനി
പുതിയ വളപ്പിൽ വെള്ളച്ചിയാണ് ഇത്തരത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ ഭാഗങ്ങളിൽ വലിയ ഇടിമിന്നലാണ് ഉണ്ടാകുന്നത്. ബംഗളത്താണ് ഇടിമിന്നലേറ്റ് ഒരാൾ മരണപ്പെട്ടത്. ബംഗളം പുതിയ കണ്ടത്ത് കീലത്ത് ബാലനാണ് മരിച്ചത്. ഇതിനിടയിൽ ഇന്നലെ രാത്രി കുമ്പള പോലീസ് സ്റ്റേഷന്റെ കെട്ടിടത്തിന്റെ സീലിംഗ് തകർന്നു വീണ ഒരു സംഭവം ഉണ്ടായി. വൻ ദുരന്തമാണ് ഇവിടെ ഒഴിവായത്. ഈ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം അങ്ങനെ തന്നെ അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ഓഫീസിനകത്ത് ഉണ്ടായിരുന്ന സാധന സാമഗ്രികളിലെ എല്ലാം കേടുപാട് സംഭവിച്ചു. ഭാഗ്യം കൊണ്ടാണ് ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാർ രക്ഷപ്പെട്ടത്. രാത്രി 9 മണിയോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പോലീസുകാർ ഡ്യൂട്ടിയിൽ ഉണ്ടാകുന്ന സമയത്താണ് ഇതിന്റെ മേൽക്കൂരയിലെ ഒരു ഭാഗം അടർന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരത്തിൽ ചെറിയ മഴയിൽ തന്നെ ഈ കാസർഗോഡ് ജില്ലയിൽ വലിയ ദുരിതമാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ദേശീയപാത നിർമ്മാണം നടക്കുന്ന മേഖലകളിലെല്ലാം വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വീരമലക്കുന്നിലും അതേ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. വെള്ളക്കെട്ടാണ് ഈ ഭാഗങ്ങളിൽ. ഈ മഴ ഇനിയും തുടർന്നാൽ ഈ ഭാഗങ്ങളിൽ, അതായത് ദേശീയപാതയിൽ, കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും ഇപ്പോൾ മഴയ്ക്ക് കുറച്ച് ശമനമുണ്ട് എന്ന് വേണം പറയാം. അതായത് കഴിഞ്ഞ മണിക്കൂറുകളായി മഴ തുടർച്ചയായി പെയ്യുന്ന സാഹചര്യമായിരുന്നു. പല ഇടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കാര്യംകോട് പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. തീരദേശങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന തിരമാല ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുള്ളതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് പറയുന്നുണ്ട്. മലയോര മേഖലയിലും മണ്ണിടിച്ചിലിന് സാധ്യത മുന്നറിയിപ്പുണ്ട്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ 2 ദിവസം പെയ്ത മഴയിലാണ് ഇത്തരത്തിലുള്ള ദുരിതം എന്നത് ഏറെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പല സ്ഥലങ്ങളിലും ഇടിമിന്നലേറ്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉൾപ്പെടെ നാശനഷ്ടം സംഭവിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും 2 മരണങ്ങൾ കാസർഗോഡ് ജില്ലയിൽ ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തു എന്നാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഓക്കെ, ബൈജു ആണ് കാസർഗോഡ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് ഇന്നലെ ഒരാൾ ഇടിമിന്നലേറ്റ് മരിച്ചു. അത് വീടിന് പുറത്തുള്ള പറമ്പിൽ നിൽക്കുകയായിരുന്നു മരണം. മറ്റൊന്ന് ഒരു വയോധിക അവിടെ പുഴയിൽ അപ്രതീക്ഷിതമായി വീണ് മരണം സംഭവിക്കുകയാണ്. അങ്ങനെ 2 മരണങ്ങളാണ് ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ബൈജു ഇന്നലെ തന്നെ ആ വാർത്ത പങ്കുവച്ചതുമാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് മഴയുടെ കാഴ്ചകൾ. നമ്മളിനി മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണ്. കാരണം മഴയ്ക്കും അപ്പുറം മറ്റു ചില വാർത്തകൾ കൂടി ഉണ്ടല്ലോ. തോമസ് മാത്യു എന്നോടാണോ എൽദോസ് കുന്നപ്പള്ളി രാജിവെക്കുമോ? തോമസ് മാത്യു, ഞാൻ എൽദോസ് കുന്നപ്പള്ളിയെ, ഞാൻ എൽദോ പോൾ പുതുശ്ശേരി. അപ്പോൾ നമുക്ക് ചോദിക്കാം. നമ്മളിനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ കർഷകരുടെ നഷ്ടം കണക്കാക്കാൻ ഇന്ന് യോഗം ചേരുന്നുണ്ട്. വാരാപ്പുഴ പഞ്ചായത്തിലാണ് യോഗം ചേരുക. കുഫോസ് നിയോഗിച്ച 7 സമിതി നാളെ റിപ്പോർട്ട് സമർപ്പിക്കും. സംഭവത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് CPM എന്ന മാർച്ച് സംഘടിപ്പിക്കും. ആജ്ഞ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, ഈ മത്സ്യക്കുരുതി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അലംഭാവം അത് അതിതീവ്രമാണ്. അപ്പോൾ എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്? CPM ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. എൽദോ, മത്സ്യ ഗവേഷണ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, CPM-ന്റെ നേതൃത്വത്തിൽ ഇന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിലേക്ക് പ്രതിഷേധ മാർച്ച് നടക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 2-3 ദിവസമായി ഇപ്പോൾ പെരിയാറിൽ വിഷജലത്തെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിട്ട്, പക്ഷേ ഈ തീരത്ത് ഒക്കെയുള്ള ഒരു ചത്ത് പൊങ്ങിയ മീനുകളെ നീക്കം ചെയ്യാത്തത് കൊണ്ട് തീരത്താകെ ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ ഇടപെട്ട് അതിനകത്ത് കുറച്ചൊക്കെ മീനുകളെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ചത്തഴുകിയ മീനുകളൊക്കെ പെട്ടെന്ന്, അതായത് നമുക്ക് അറിയാം, അല്ലാതെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ തരത്തിലുള്ള മീനുകളൊക്കെ ചത്ത കൂട്ടത്തിലുണ്ട്. കരിമീനൊക്കെ ആയാലും പെട്ടെന്ന് അങ്ങനെ നമുക്ക് ഒരുപാട് നേരം അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ കഴിയാത്ത ഇനത്തിൽപ്പെട്ട മീനുകളാണ്. ഇതൊക്കെ പെട്ടെന്ന് ചീയുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നലെ തന്നെ മലിനീകരണ ബോർഡിന്റെ ഓഫീസിലേക്ക് ഈ ചീഞ്ഞഴിഞ്ഞ മീൻ എറിഞ്ഞ് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും കർഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ സാഹചര്യത്തിൽ ആ പ്രദേശത്തേക്ക് കയറാൻ പറ്റാത്ത അത്ര ദുർഗന്ധമുള്ള ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. പക്ഷെ ഈ ചത്തുപോയ മത്സ്യങ്ങളുടെ
കണക്കെടുപ്പ്, അതായത് എത്ര മീനുകൾ ചത്തു എന്നൊരു കണക്കെടുപ്പ് ബാക്കിയാകുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒറ്റയടിക്ക് അതിനെ നീക്കം ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അതോറിറ്റികൾ ഉള്ളത്. പക്ഷേ എന്തൊക്കെ ആയാലും കുറച്ചൊക്കെ മീനുകളെ കർഷകരുടെ നേതൃത്വത്തിൽ തന്നെ സംസ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് കുഫോസ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടന്ന പ്രൊട്ടസ്റ്റിന്റെ, അതായത് മാലിന്യ ഇതിലേക്ക് നടന്ന പ്രൊട്ടസ്റ്റിന്റെ ബാക്കിയായിട്ട് ഇന്ന് CPM-ഉം അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ട്. കർഷകരുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പ്രൊട്ടസ്റ്റ് അങ്ങേയറ്റം രൂക്ഷമായിരുന്നു. ഈ പറഞ്ഞതുപോലെ ചീഞ്ഞളിഞ്ഞ മീനുകളെ അങ്ങോട്ടേക്ക് എറിഞ്ഞ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ശരീരത്തിലൊക്കെ അത് വന്ന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലേക്ക് അവർ നിയന്ത്രണം വിട്ട് ചെറിയ പൈസയുടെ നഷ്ടമല്ലല്ലോ കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത്, അതിനെപ്പറ്റി കണക്കാക്കും, നഷ്ടം പരിഹരിക്കും എന്നൊരു ഇതൊക്കെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും പ്രതിഷേധം അങ്ങോട്ട് തണുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനുള്ള ഈ പ്രതിഷേധത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽദോ റൈറ്റ്, ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അവിടെ പെരിയാറിൽ എത്രത്തോളം എത്രത്തോളം നഷ്ടം സംഭവിച്ചു എന്നുള്ളത് ഒരു കണക്കെടുപ്പിനുള്ള സാധ്യതയാണ് നോക്കുന്നത്. ഒപ്പം CPM ഒക്കെ ഇന്ന് പ്രതിഷേധമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ ഒരു പ്രതിഷേധം അല്പം വൈകിപ്പോയോ എന്നുള്ള സംശയം സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നു. അതിൽ കാര്യമുണ്ട് താനും. ഇനി തദ്ദേശ വാർഡ് വിഭജന ഓർഡിനൻസ് തിരിച്ചയച്ച ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ നൽകിയ അപേക്ഷയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഓർഡിനൻസിൽ ഒപ്പിടാൻ കഴിയില്ല എന്നാണ് ഗവർണർ സർക്കാരിനെ അറിയിച്ചത്. ഇതിനെതിരെ ചീഫ് സെക്രട്ടറിയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അപേക്ഷ നൽകിയത്. തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുമതി ലഭിച്ചാൽ ഗവർണർ ഓർഡിനൻസിൽ ഒപ്പിട്ടേക്കും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ഓർഡിനൻസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സർക്കാർ. അങ്ങനെയെങ്കിൽ നാളത്തെ മന്ത്രിസഭാ യോഗം നിയമസഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ആവശ്യപ്പെട്ടേക്കും. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള വിദ്യാർത്ഥി പ്രതിനിധി നാമനിർദ്ദേശത്തെ ചോദ്യം ചെയ്ത ഹൈക്കോടതി വിധിക്കെതിരെ രാജ്ഭവൻ അപ്പീൽ പോകില്ല. പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികൾ അപ്പീൽ പോകാനാണ് തീരുമാനം. ആ ഹർജിയിൽ കക്ഷി ചേരണമോ എന്ന നിയമോപദേശത്തിന് ശേഷം രാജ്ഭവൻ തീരുമാനിക്കും. 6 ആഴ്ചയ്ക്കുള്ളിൽ പുതിയ പാനൽ സമർപ്പിക്കാനാണ് രാജ്ഭവന് ഹൈക്കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസ് അന്വേഷണത്തിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്ന പോലീസ്. പ്രതി സാബിത്ത് നാസറിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ലഭിച്ചു. ആലുവ റൂറൽ SP ഓഫീസിലെത്തിച്ച് SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. പ്രതിക്കൊപ്പം ഉണ്ടായിരുന്നവർ കൈപ്പറ്റിയ കമ്മീഷൻ തുക, കൂടുതൽ പേർ അവയവ കച്ചവടത്തിന് ഇരകളായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇന്ത്യയിൽ അവയവ കച്ചവടത്തിന്റെ പ്രധാന ഏജന്റ് എന്ന് സാബിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. സാബിത്തിന് പ്രാദേശിക സഹായം ലഭിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആലപ്പുഴ വള്ളിക്കുന്നത്തെ വട്ടക്കാട് ദേവീക്ഷേത്രത്തിലെ തകർച്ചയിലായ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കളിത്തട്ടുകൾ പുനർനിർമ്മിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതിക്ക് ബോർഡംഗം അഡ്വക്കേറ്റ് A. അജികുമാർ ഉറപ്പ് നൽകി. വള്ളികുന്നം വട്ടക്കാട് ദേവി ക്ഷേത്രത്തിലെ 500 വർഷത്തിലധികം പഴക്കമുള്ള കളിത്തട്ടുകളാണ് തകർച്ചയിലായത്. കളിത്തട്ടുകളിലെ കൊത്തുപണികളും നാശത്തിലേക്ക് നീങ്ങുകയാണ്. പല ഭാഗങ്ങളിലും ഇവ ദ്രവിച്ച് ഇളകിപ്പോയി. രാജഭരണകാലത്ത് മാവേലിക്കരയിൽ നിന്ന് കൊല്ലം ജില്ലയിലെ തഴവയിലേക്കുള്ള രാജപാതയായിരുന്നു ക്ഷേത്രത്തിന് മുൻവശത്തുകൂടിയുള്ള ഈ റോഡ്. ഈ റോഡിനരികിലാണ് കളിത്തട്ടുകളുള്ളത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡംഗം അഡ്വക്കേറ്റ് A. അജികുമാർ കഴിഞ്ഞ ദിവസം ക്ഷേത്രം സന്ദർശിച്ചു. കളിത്തട്ടുകൾ പുനർനിർമ്മിച്ച് സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകി. ഒരുപാട് ഗതകാല പ്രൗഢികൾ പേറുന്നതാണ് ഈ കളത്തട്ട്. ഒട്ടേറെ സർഗാത്മകമായിട്ടുള്ള ചർച്ചകൾക്ക്, സംവാദങ്ങൾക്ക്, ആശയവിനിമയങ്ങൾക്ക് വേദിയായിട്ടുള്ള ഒരു കളത്തട്ടാണ് ഇവിടെയുള്ള 2 കളത്തട്ടുകളും. അത് സംരക്ഷിക്കുക എന്നുള്ളത് ഓണാട്ടുകരയുടെ ഓരോരുത്തരുടെയും അതുപോലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും പ്രഥമമായിട്ടുള്ള കടമകൾ ഒന്നാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും ഇവിടുത്തെ ഭക്തരുടെയും സഹായത്തോടു കൂടി അടിയന്തരമായി ഈ 2 കളത്തട്ടുകളും, ഒരുപാട് ചരിത്രം പേറുന്ന ഈ 2 കളത്തട്ടുകളും
സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. പുനർനിർമ്മാണത്തിനാവശ്യമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ക്ഷേത്രത്തിലെ അഡ്ഹോക് കമ്മിറ്റി ഭാരവാഹികളായ ആർ ഷാജി, എൻ ആനന്ദൻ, ബിനുകുമാർ, രാധാകൃഷ്ണൻ എന്നിവർ ബോർഡ് അംഗങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചു. കളിത്തട്ടിന്റെ മേൽക്കൂര കഴിഞ്ഞ വർഷം തകർന്നു വീണിരുന്നു. ന്യൂസ് 18 വള്ളികുന്നം. 6ാം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അടക്കം 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഡൽഹിയിലെയും ഹരിയാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും 6ാം ഘട്ടത്തിൽ വിധിയെഴുതും. രാകേഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. രാകേഷ്, അങ്ങനെ ഘട്ടം 6ലേക്ക് എത്തി. സോ ഇനി എന്താണ്, നമ്മൾ ആ വലിയ ഉത്സവത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണല്ലോ. പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുന്നു. ഏതൊക്കെ പ്രമുഖ വ്യക്തികളാണ്, ഏതൊക്കെ മണ്ഡലങ്ങളിൽ? എൽദോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. കാരണം 428 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന 115 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പാണ്. 6ാം ഘട്ടത്തിൽ 58 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 6 സംസ്ഥാനങ്ങൾ, 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ബീഹാറിലെ 8 മണ്ഡലങ്ങൾ, ഹരിയാനയിലെ 10 മണ്ഡലങ്ങൾ, ജമ്മു കശ്മീരിലെ 1 മണ്ഡലം, ജാർഖണ്ഡിലെ 4 മണ്ഡലം, ഡൽഹിയിൽ 7, ഒഡീഷയിൽ 6, യു-പിയിൽ 14, പശ്ചിമബംഗാളിൽ 8 എന്നിങ്ങനെ 58 മണ്ഡലങ്ങളിലാണ് 6ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇതിൽ ഡൽഹിയിലും ഹരിയാനയിലെയും മുഴുവൻ സീറ്റുകളിലും വോട്ടെടുപ്പ് നടക്കും. ഈ 2 സംസ്ഥാനങ്ങളിലും കഴിഞ്ഞ തവണ BJP മുഴുവൻ സീറ്റിലും വിജയിച്ചതാണ്. അതായത് ഹരിയാനയിലെ 10-ൽ 10ഉം ഡൽഹിയിലെ 7-ൽ 7 സീറ്റിലും വിജയിച്ചിരുന്നു. പക്ഷേ ഇത്തവണ രാഷ്ട്രീയ സാഹചര്യം വ്യത്യാസമുണ്ട്, രാഷ്ട്രീയ കാലാവസ്ഥയിൽ വ്യത്യാസമുണ്ട്. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ തന്നെ പ്രചാരണം ഏറ്റെടുക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഏതായാലും കടന്നു വന്നിരിക്കുന്നത്. ഏതാണ്ട് 4 or 5 റാലികളിലാണ് ഒരു ദിവസം ഡൽഹിയിൽ കെജ്രിവാൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും ആം ആദ്മി പാർട്ടിയെ പ്രതിരോധത്തിലാക്കി സ്വാതി മാലിവാളിന്റെ പരാതി അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പ്രത്യേകിച്ച് നിർഭയ കേസിന്റെ ചുവട് പിടിച്ച് അല്ലെങ്കിൽ ആ കേസൊക്കെ ഉയർത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ വരുന്നത്. ഡൽഹിയിൽ ഷീലാ ദീക്ഷിത് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണവും നിർഭയ സംഭവമായിരുന്നു. അപ്പോൾ സ്വാതി മാലിവാളിന്റെ പരാതി വലിയ രീതിയിൽ ഏതായാലും BJP ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഹരിയാനയിലും BJP കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. പക്ഷേ കർഷകരുടെ പ്രതിഷേധം, ജാട്ട് വിഭാഗത്തിന്റെ അതൃപ്തി, അങ്ങനെ പല വിഷയങ്ങളും അവിടെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആവേശത്തിന് ഒട്ടും കുറവില്ല. പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലെയും 5 ഘട്ടങ്ങളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടുകൂടി നേതാക്കളെല്ലാം തന്നെ ഡൽഹി അടക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ 4 റാലികളിലാണ് പങ്കെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ദ്വാരകയിൽ റാലിയിൽ പങ്കെടുത്തു. മോദി എന്തായാലും അടുത്ത ദിവസങ്ങളിൽ പഞ്ചാബിലാണ് പ്രചാരണത്തിന് പോകുന്നത്. പഞ്ചാബിൽ അവസാന ഘട്ടത്തിൽ ജൂൺ 1-നാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ശരി, രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. 6ാം ഘട്ടത്തിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. അങ്ങനെ ഒരു ഫൈനൽ ലാപ്പിലേക്ക് എത്തുകയാണ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിന്റെ ഒരു മഹോത്സവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പ്രക്രിയ അങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പാലക്കാട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കമ്പിവേലിയിൽ കുടുങ്ങി ചത്ത പുലിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനിടയിൽ മയക്ക് വെടിവെച്ച് കൂട്ടിലേക്ക് മാറ്റിയെങ്കിലും പുലി പിന്നീട് ചത്തു. വിനേഷ് കുമാർ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. വിനേഷ്, ഈ വനത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള കാര്യമുണ്ട്. ഒപ്പം തന്നെ ഈ കമ്പിവേലി കെട്ടിയ ആ വീട്ടുകാരനെതിരെ കേസ് എടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇന്നലെ വന്നിരുന്നല്ലോ. എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ? എൽദോ, ഈ കമ്പി കെട്ടിയ ഇത്തരത്തിൽ കെണി സ്ഥാപിച്ചിരിക്കുന്ന ആൾക്കെതിരെ വനംവകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കൊല്ലങ്കോട് സ്വദേശിയായ ഉണ്ണികൃഷ്ണനാണ്. അതിനകത്ത് സാധാരണ ഒരു കമ്പിവേലിയിലല്ല ഈ പുലി കുടുങ്ങിയിട്ടുള്ളത് എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതായത് കൃത്യമായി പന്നിക്ക് വെച്ചിരിക്കുന്ന കെണിയാണ്, വലിയ ഓട്ടോ കേബിൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെണിയാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരു കമ്പിവേലിയിൽ തന്നെയാണ് ഈ കെണി സ്ഥാപിച്ചിട്ടുള്ളത് എന്ന് വനംവകുപ്പ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇത് പന്നിക്ക് വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് വനംവകുപ്പിനെതിരെ ഈ തോട്ടം ഉടമയ്ക്കെതിരെ കേസെടുത്തതായി വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ 5:30 കൂടിയാണ് കൊല്ലങ്കോട് വനാതിർത്തിയോട് ചേർന്ന പ്രദേശത്ത് ഉള്ള ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളുടെ തോട്ടത്തിൽ പുലിയെ ഇങ്ങനെ ഇതിൽ കെണിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് 12 മണിയോട് കൂടിയാണ് മയക്കുവെടി വെച്ചത്. മയക്കുവെടി വെച്ചതിന് ശേഷം 5 മണിക്കൂർ നിരീക്ഷണത്തിന് വിട്ടിരുന്നു. പക്ഷെ ആ നിരീക്ഷണ സമയത്താണ് പുലി ചത്തത്. പുലിയുടെ ആന്തരിക അവയവങ്ങൾക്ക് കാര്യമായി ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് വനംവകുപ്പ് പറയുന്നത്. എന്തായാലും മണ്ണുത്തി വെറ്റിനറി കോളേജിൽ ഇന്ന് പുലിയുടെ
മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യും. അതിനുശേഷമായിരിക്കും എന്താണ് മരണകാരണം എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ എന്നാണ് വനം വകുപ്പ് പറഞ്ഞത്. എന്തായാലും പ്രാഥമിക നിഗമനം അനുസരിച്ചാണെങ്കിൽ ഇതിന്റെ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റിട്ടുണ്ട്. അത് ഇത്തരത്തിൽ പന്നിക്ക് സ്ഥാപിച്ചിരിക്കുന്ന കെണിയിലാണെന്നും വനം വകുപ്പ് പറയുന്നുണ്ട്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത് പാലക്കാട് നിന്നും. കേരളത്തിലെ കാടുകളിലെ ആനകളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. 160 ആന സങ്കേതങ്ങളിൽ കണക്കെടുപ്പ് നടത്തുന്നത് പ്രത്യേക പരിശീലനം ലഭിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ 610 ആന സങ്കേതങ്ങളിലാണ് ഇന്നു മുതൽ കണക്കെടുപ്പ്. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് മൂലമുള്ള സംഘർഷ സംഭവങ്ങൾ പതിവാകുന്നതിനിടെയാണ് കാട്ടാനകളുടെ കണക്കെടുപ്പ് നടക്കുന്നത്. കാട്ടിൽ ഭക്ഷണമില്ലാതാവുന്നത് മൂലം ആനകൾ നാട്ടിലിറങ്ങുന്നതാണെന്നും കാട്ടാനകളുടെ എണ്ണം വർദ്ധിച്ചത് മൂലമുണ്ടാകുന്ന സ്വാഭാവിക പ്രതിഭാസമാണെന്നും രണ്ട് വാദമുണ്ട്. എന്തായാലും കേരളം ഉൾപ്പെടെയുള്ള തെക്കൻ സംസ്ഥാനങ്ങളിലെ 610 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. കണക്കെടുപ്പിന്റെ ഭാഗമായി 1300ഓളം ഉദ്യോഗസ്ഥർക്കും വാച്ചർമാർക്കും പരിശീലനം നൽകി. കേരളത്തിൽ മാത്രം 160 ആനസങ്കേതങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത്. ആനമുടി ആനസങ്കേതത്തിൽ 197 ബ്ലോക്കുകളാണുള്ളത്. നിലമ്പൂർ 118, പെരിയാർ 206, വയനാട് 89 ബ്ലോക്ക് വീതവും ഉണ്ട്. ഓരോ ബ്ലോക്കിലും പരിശീലനം നേടിയ കുറഞ്ഞത് 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിലും പരിശോധന തുടരും. ഇന്ന് നേരിട്ടുള്ള കണക്കെടുപ്പ് രീതിയായ ബ്ലോക്ക് കൌണ്ട് രീതിയിലും നാളെ പരോക്ഷ കണക്കെടുപ്പ് രീതിയായ ഡങ് കൌണ്ട് രീതിയിലും 25-ന് ഓപ്പൺ ഏരിയ കൌണ്ട് രീതിയിലുമാണ് ആനകളുടെ എണ്ണം പരിശോധിക്കുക. ജൂൺ 23-ന് കരട് റിപ്പോർട്ടും ജൂലൈ 9-ന് അന്തിമ റിപ്പോർട്ടും സമർപ്പിക്കും. തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് സംസ്ഥാന പരിധിയിലെ വനങ്ങളിലും ഇതേ ദിവസം തന്നെ ആനകളുടെ കണക്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാലാ നഗരസഭയിൽ കാണാതായ എയർപോർട്ട് ദുരൂഹമായി തിരിച്ചെത്തിയതിനെ ചൊല്ലി ഇടതുമുന്നണിയിലെ തർക്കം അത് കൂടുതൽ രൂക്ഷമാവുകയാണ്. എഫ്ഐആറിൽ പേര് ചേർക്കപ്പെട്ട CPM അംഗം ബിനു പുളിക്കണ്ടം കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് കേരള കോൺഗ്രസ് പ്രതിനിധിയായ ചെയർമാൻ യോഗം പിരിച്ചുവിട്ടു. ചെയർമാനെതിരെയും ക്രിമിനൽ കേസ് ഉണ്ടല്ലോ എന്ന മറുവാദമാണ് ബിനു ഉയർത്തുന്നത്. ഏറെക്കാലമായി തുടങ്ങിയ തർക്കം കൂടുതൽ രൂക്ഷമാകുകയാണ്. എയർപോർട്ട് വിവാദത്തിൽ പിടിച്ചാണ് പുതിയ ഭിന്നത. സംഭവത്തിൽ CPM അംഗം ബിനു പുളിക്കണ്ടത്തിനെതിരെ എഫ്ഐആറിൽ പേര് ചേർത്തതാണ് പുതിയ വഴിത്തിരിവ്. കേസിൽ പ്രതിയായ അംഗം കൗൺസിൽ യോഗത്തിൽ ഇരിക്കുന്നത് ശരിയല്ല എന്ന് കേരള കോൺഗ്രസ് അംഗം ചൂണ്ടിക്കാട്ടിയതോടെയാണ് ചെയർമാൻ ഷാജു തുരുത്തൻ യോഗം പിരിച്ചുവിട്ടത്. ഈ കൗൺസിലിനെ സംബന്ധിച്ചാലും കൗൺസിലിൽ നിന്ന് ഒരു കൗൺസിൽ അംഗത്തിന്റെ എയർപോർട്ട് കാണാൻ പോയി. എയർപോർട്ട് അതേ സംബന്ധിച്ച് കോടതി കേസ് നടക്കുന്നു. കോടതിയിലല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് അന്വേഷണത്തിൽ ഈ സാധനം ആരുടെ കയ്യിലായിരിക്കും കണ്ടെത്തിയ ആള് കൗൺസിലിരിക്കുന്ന ശരിയല്ല എന്നുള്ളത്. ആരാണേലും വരാതിരിക്കാൻ മാറി നിൽക്കുക, അതാണ് എന്റെ മര്യാദ. അതേസമയം ചെയർമാനെതിരെയും കേസുണ്ട് എന്നാണ് ബിനു ചൂണ്ടിക്കാട്ടുന്നത്. മറ്റു പല കൗൺസിലർമാർക്കെതിരെയും കേസുകളുണ്ട്. ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. പാലാ നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെ അകാരണമായി മർദ്ദിച്ച് അവശനാക്കിയ കേസിലെ പ്രതിയാണ് ചെയർമാൻ. വെളിയിൽ പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കേസിൽ പ്രതിയായ അവർ പറയുന്ന വിചിത്രമായ വാദം, പോലീസ് എഫ്ഐആർ ഇട്ട് അന്വേഷണം നടക്കുന്നു, എഫ്ഐആറിൽ പ്രതി ചേർക്കപ്പെട്ടതുകൊണ്ട് ഒരാൾ കുറ്റാരോപിതനാകുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തില് അകാരണമായി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഏതായാലും ഇടതുമുന്നണിയിലുണ്ടായ കടുത്ത ഭിന്നത തുടർന്നാൽ ഇനിയുള്ള കൗൺസിൽ യോഗങ്ങളും പ്രതിസന്ധിയിലാകും. തർക്കങ്ങൾ വ്യക്തിപരമെന്ന് പറയുമ്പോഴും പാർട്ടിക്കിടയിലും അന്തരം രൂക്ഷമാകുകയാണ്. ന്യൂസ് 18 കോട്ടയം. കാസർഗോഡ് കാറെടുക്ക സൊസൈറ്റി തട്ടിപ്പിന് ഇരകളായവരിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയും 1 ലക്ഷം രൂപ പിൻവലിക്കാനെത്തിയപ്പോൾ 5000 രൂപ നൽകി മടക്കി അയച്ചുവെന്നാണ് പരാതി. CPMന്റെ നിയന്ത്രണത്തിലുള്ള കാറെടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 4,76 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതയായ കാറെടുക്ക മുണ്ടോൾ സ്വദേശി ലക്ഷ്മിക്ക് ദുരിതാശ്വാസ ധനസഹായമായി ലഭിച്ച 2.5 ലക്ഷം രൂപയാണ് സൊസൈറ്റിയിൽ നിക്ഷേപിച്ചത്. ഇതിൽ 1 ലക്ഷം രൂപ പിൻവലിക്കാൻ എത്തിയപ്പോൾ 5000 രൂപ മാത്രം നൽകി പറഞ്ഞയക്കുകയായിരുന്നു. ക്യാൻസർ ബാധിതയായ സഹോദരി നാരായണിക്ക് ചികിത്സാ ആവശ്യത്തിനായാണ് പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. ചികിത്സയ്ക്ക് ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ഇവർ. കേട്ടിക്ക് കഴിഞ്ഞില്ല. എന്നിട്ട് ഞാൻ ചോദിക്കാൻ പോയത് എൻഡോസൾഫാൻ്റെ ഇത് 1 ലക്ഷം വേണമെന്ന്. അപ്പോൾ അപ്പ്യ പറഞ്ഞു ഒന്നുമില്ല, 2 ആഴ്ച കഴിയും,
നമ്മൾ ഉണ്ടെന്ന് തന്നൂടാന്നില്ല, ഇല്ല വന്നതില്ല എന്ന് പറഞ്ഞു. വേണം 5000 തരാന്ന് പറഞ്ഞിട്ട് 5000 തന്നു. 5000. ലക്ഷ്മിയെപ്പോലെ പണം പിൻവലിക്കാൻ നിരവധി പേർ ബാങ്കിലെത്തുന്നുണ്ട്. പോലീസ് അന്വേഷണം നടക്കുന്നതിനാൽ അധിക തുക പിൻവലിക്കാൻ കഴിയില്ലെന്നാണ് ജീവനക്കാരുടെ നിലപാട്. പണം നഷ്ടപ്പെടില്ലെന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പണം ലഭ്യമാക്കുമെന്ന ആശ്വാസവാക്കും ലഭിച്ചു. അതേസമയം പണം തിരികെ നൽകാൻ സൊസൈറ്റിക്ക് സാധിക്കുമോ എന്നതിൽ ആശങ്കയുണ്ട്. 4,76,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തി മുങ്ങിയ സെക്രട്ടറി രതീഷിനെ പിടികൂടാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. 42 പേരുടെ സ്വർണവുമായാണ് സെക്രട്ടറി മുങ്ങിയത്. രതീഷിന്റെ റിയൽ എസ്റ്റേറ്റ് പങ്കാളികളായ 3 പേരെ അറസ്റ്റ് ചെയ്തതൊഴിച്ചാൽ മറ്റ് പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 കാസർഗോഡ്. മോർണിംഗ് വെബ്സിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. എന്താണെങ്കിലും മോർണിംഗ് വെബ്സ് ഇതുവരെ നമ്മൾ മഴ വാർത്തകളാണ് പ്രധാനമായും പങ്കുവച്ചത്. അപ്പോൾ മറ്റു വാർത്തകളിലേക്കും പോയി. അപ്പോൾ നമ്മൾ വീണ്ടും നാളെ കൂടുതൽ വാർത്തകൾ വിശേഷങ്ങളൊക്കെ വീണ്ടും ചേരാം. നമസ്കാരം.